നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ഫ്രീ ആയിട്ട് റെഡീം കോഡൊക്കെ എടുക്കാൻ പറ്റുന്ന 3 കിടിലൻ ആപ്ലിക്കേഷൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 കിടിലൻ ആപ്ലിക്കേഷൻസ് നോക്കണേ മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് റിവാർഡ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഓൾഡ് ടൈമിൽ കളിച്ചവർക്കൊക്കെ അറിയുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് തന്നെ ഇതിന് റിവാർഡ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും കുറെ ആൾക്കാർ ഇത് കളിച്ചിട്ട് കുറെ റെഡീം കോഡ്സ് ഒക്കെ വിഡ്രോ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആപ്പിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറെ കോയിൻസും കിട്ടുന്നതായിരിക്കും. ഈ ഒരു കോയിൻസിലോട്ട് നിങ്ങൾ കുറച്ച് കോയിൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ വിഡ്രോ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഏതാ നോക്കണേ മുമ്പായിട്ട് നിങ്ങൾ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾ മെസ്സി ഫാൻ ആണെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോക്ക് ഒരു കമന്റും ചെയ്തേക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു നെയ്മർ ഫാൻ ആണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നമുക്ക് നോക്കാം ആർക്കാണ് ഫാൻ പവർ കൂടുതൽ. അപ്പൊ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് ക്യാഷ് മങ്കി പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സിമ്പിൾ ആയിട്ട് കുറെ റെഡീം കോഡൊക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് സോൾ ഏൺ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്കുകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ എവിടെയെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോന്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണുന്നുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുമല്ലോ, അപ്പൊ അതിൽ തന്നെ അടുത്ത സൈഡിൽ നിങ്ങൾക്ക് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ആ ഒരു ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി എങ്ങാനും നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അതുപോലെ നമ്മളെ ക്രോം ബ്രൗസറിൽ പോയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. സോ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ വേണമെന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേക്കാം. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.